തൃശൂർ തൃപ്രയാറിൽ കാർ ആക്രമിച്ച 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. വിശദാംശങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം, പ്രതികളെ തിരിച്ചറിഞ്ഞോ? എന്താണ് പോലീസ് പറയുന്നത്? നവമി, കഴിഞ്ഞ ദിവസം പാലക്കാട് വിളയൂരിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പണം കവർന്നത്, അതായത് രൂപ ഡോളറാക്കി മാറ്റി നൽകാമെന്ന് പറഞ്ഞ് ഈ രഞ്ജിത്ത് എന്നയാളും അയാളുടെ സംഘത്തിലുള്ളവരും ചേർന്നാണ് ഈ പഞ്ചായത്ത് അംഗമായിട്ടുള്ള മുഹമ്മദ് റാഫിയും കൂട്ടരെയും തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്തിന്റെ വീട്ടിൽ വെച്ച് പണം ഡോളർ കൈമാറാമെന്ന ഉറപ്പിൽ കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവരെ പ്രധാന പാതയിൽ നിന്നും ഇടറോഡിൽ എത്തിക്കുകയായിരുന്നു. വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്ന രഞ്ജിത്ത് ഇവരുടെ വാഹനത്തിൽ കയറി. പിന്നീട് വീടെത്താറായെന്ന് പറഞ്ഞ് CCTV ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പട്ടാമ്പി സ്വദേശികളായിട്ടുള്ള ഈ ആക്രമണത്തിന് ഇരകളായവർ നൽകിയ മൊഴി. ഇതിനിടെ പിന്നിൽ നിന്നെത്തിയ ഇന്നോവ കാറിലെ 6 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. മുളകുപൊടി സ്പ്രേ ചെയ്ത് ആക്രമിച്ച ശേഷം 16 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞെന്നാണ് പരാതി. ഈ സംഭവത്തിന് ശേഷം രഞ്ജിത്തും ആക്രമണ സംഘത്തിനൊപ്പം രക്ഷപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റുള്ള ഇന്നോവ കാറിലെത്തിയ സംഘമാണ് ആക്രമണത്തിനും കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. സമാന രീതിയിലുള്ള മറ്റൊരു കവർച്ചാ കേസിൽ വയനാട്ടിൽ ഇതിനു മുൻപ് പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഈ രഞ്ജിത്ത്. ഈ രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ഇയാൾ ഈ കുടൽപ്പണ സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും അതോടൊപ്പം ഈ സംഭവത്തിന് പിന്നിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും രഞ്ജിത്തിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ രഞ്ജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ആക്രമണം നടത്തിയ മറ്റ് 6 അംഗ സംഘത്തെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ രഞ്ജിത്തിന് ഒപ്പമുള്ളവർ ഇവരും ഒന്നിച്ചു തന്നെയാണ് രക്ഷപ്പെട്ടത്. സ്വാഭാവിക സംസ്ഥാനം വിട്ടിരിക്കാമെന്ന സൂചനയുണ്ട്. പക്ഷേ ഇവരെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് പോലീസ് നൽകുന്നത്. അതോടൊപ്പം ഈ പരാതിക്കാരനായിട്ടുള്ള പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ അത് വിശ്വസനീയമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത്തരമൊരു ഈ രൂപ അത് ഡോളറാക്കി മാറ്റാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുക, അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടടക്കം പരിശോധിക്കേണ്ടതാണ്. അത് എന്തിനാണ് ഇവരിങ്ങനെ ഈ പണം, അതായത് ഇന്ത്യൻ കറൻസി ഡോളർ ആക്കേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു, അതിന് മറ്റേതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണത്തിന് ഇരകളായവരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം ഈ പ്രതികൾ രക്ഷപ്പെട്ട ഈ രഞ്ജിത്തും സംഘവും രക്ഷപ്പെട്ട വഴികൾ കേന്ദ്രീകരിച്ച് അവർ വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഇത് ഇന്നോവ കാർ, ഒരു ഗ്രേ കളറുള്ള ഇന്നോവ കാറാണ്. പക്ഷേ അത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാഹനം പൂർണ്ണമായും കണ്ടെത്തുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷെ രഞ്ജിത്തിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ ഈ കേസിൽ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ സഹായകരമാണ്. ഇനിയുള്ള നീക്കങ്ങൾ, അതായത് അതിവേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടാനുള്ള നീക്കങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നവമി, ശരി. കാർ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.